എല്ലാവരും വന്ദനം ചെയ്യും. I just want to greet you all. Such a joy for me to be here back again. ഒരു പ്രാവശ്യം കൂടെ ചർച്ചിലെ ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവ് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദേവദാസിനെ, കുടുംബങ്ങളെ, ദേവദാസന്മാരെ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എസ്പെഷ്യലി എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരാണല്ലോ. So I just wanted to share something from my heart. So I was praying. There's kind of a question coming up in the realm of the spirit. Like, who are you following by? നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ചർച്ച് നമ്മൾ ആരെയാണ് പിന്തുടരുന്നത്? കുടുംബങ്ങൾ നമ്മൾ ആരെയാണ് ഈ ദിവസങ്ങളിൽ ഫോളോ ചെയ്യുന്നത്? Being a person, being a student, being an employee or employer or wherever you are, ഈ ഒരു ക്വസ്റ്റ്യനോടെ ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. I'm also praying. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് മിണ്ടാൻ കൊതിയുള്ളവരൊക്കെ ഒന്ന് കർത്താവിനോടൊന്ന് സംസാരിച്ചു. Your immediate response will be like, brother, I'm not following anybody. Like I'm on my own. ഞാൻ ആരെയും അങ്ങനെ ഫോളോ ചെയ്തില്ല. പക്ഷേ ടേക്ക് എ മൊമെന്റ്, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, നമ്മൾ പോലും അറിയാതെ you may be following something, someone, maybe some feeling, some thoughts, some beliefs, tradition, emotions. നമുക്ക് തന്നെ റൈറ്റ് തോന്നുന്ന എന്തൊക്കെയോ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ക്ലാരിറ്റി തരുമ്പോൾ ബാക്കിയെല്ലാം മാറിയിട്ട് വഴി നടത്തുന്നവനെ, the author, the finisher, the perfecter, ആ യേശപ്പായുടെ മുഖം ഒന്ന് കാണാൻ ഇന്ന് പ്രഭാതത്തിൽ അവിടെ നമുക്ക് കൃപ തരട്ടെ. സഡൻലി ഇതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുകയും ഇന്ന് പ്രഭാതത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴും I know it's not by might, not by power, but by the spirit of the Lord. അത് മനുഷ്യനാലല്ല, സൈന്യത്താലല്ല, ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. Thank you. Thank you. Thank you. പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോട് നിന്നും എൻ കൂടെ ഇരിക്കും, എന്നോട് നിന്നും എൻ കൂടെ ഇരിക്കും, നല്ല സഖിയേ, നല്ല തുണയേ,
പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണോ എന്നൊരു 30 വട്ടമൊക്കെ ഭാഗ്യം. പക്ഷെ സ്റ്റിൽ പലർക്കും അങ്ങനെ ഒന്നും കൂടെ വരാനൊരു മടിയുണ്ട്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. ഐ ലവ് യു, ഐ റെസ്പെക്ട് യു, ബട്ട് ഹോളി സ്പിരിറ്റ് ഇൻ മലയാളം ഇറ്റ്സ് കോൾഡ് പരിശുദ്ധാത്മാവ്. അറിവിൽ പരിശുദ്ധാത്മാവ്. Will you repeat after me? പരിശുദ്ധാത്മാവ്. That's nice. Holy Spirit.
ഒരു ലാംഗ്വേജ് ഒരു ബാരിയറാണ്, ബട്ട് സ്റ്റിൽ മേക്ക് എൻ എഫേർട്ട് ടു ബ്രേക്ക് ഇറ്റ്. എങ്ങനെ എന്ത് ചെയ്യണം? ചിലത് നമ്മൾ ബ്രേക്ക് ചെയ്ത് പറ്റും. അപ്പന്മാർ ബ്രേക്ക് ചെയ്യണം, അമ്മമാർ ബ്രേക്ക് ചെയ്യണം. ലോർഡ് ആൻഡ് നീ മക്കൾ പാടുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ, പരിശുദ്ധാത്മാവെന്ന് നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കും. അറിയുന്നേ കൂടുണ്ടോ? ദേഷ്യമൊന്നും തോന്നുന്നില്ല. ചൊരുമിച്ച് കയറണം. Make sure that your children won't have any struggle, especially in the time of worship. Because worship happens when you are in one accord. Performance happens when somebody is comfortable with their language, their singing. But worship happens when we are in one accord. ഒരുമിച്ച്. ഇത് നമുക്ക് ചിലപ്പോൾ അറിയുന്നില്ല, പക്ഷെ പിശാചിനറിയാം. Devil knows it well. That's why sometimes the spirit of bondage just sip your lips, seal it off. ഫെവിക്വിക്കൊക്കെ ചൊട്ടിക്കുന്നതിനേക്കാളും ഭദ്രമായിട്ട് നന്നായിട്ട് ഒട്ടിച്ച് 3 മണിക്കൂർ നിന്നെ ചെയറിൽ ഗ്ലൂ ചെയ്തിരുത്തും. പക്ഷെ നീ ഒരു എഫേർട്ട് എടുത്താൽ പൊട്ടാത്ത ഒന്നുമില്ല, അഴിയാത്ത ഒന്നുമില്ല, തുറക്കാത്ത ഒന്നുമില്ല. അറിയാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്തിനെയോ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യും. Next is, are you ready in the presence of the Lord to be melted? If you are able to melt, you will be able to mold. If you are ready to melt, He is ready to mold. He will ദൈവത്തിന് നിന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റും. കർത്താവിന് നിന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റിയാൽ He can use you. So I'm speaking to someone in that transition, being melted, being molded, being filled, being used. ഇതിലേത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ He is ready to help you, man. നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്നവൻ ഈ ആരാധനയിൽ വന്നിട്ടുണ്ട്. നിന്റെ ഭാഗ്യം തിരിക്കുന്നവൻ ഈ ആരാധനയിൽ വന്നിട്ടുണ്ട്. Is ready to change, transform the destiny. ചിലപ്പോൾ തീ കത്തുന്ന പോലെ somewhere down the line we are comfortable in a shape. So a shape
ഈശോയുടെ മധ്യത്തിലേക്ക് go back to your spot on the very same place where he's able to melt you, mold you, fill you. You just saw my brother. കണ്ടായിരുന്നു ചിലർ കാണും മൈക്കിൽ പറഞ്ഞില്ല കാണിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളമാണ്. Just have a sip of water because I asked it. നിങ്ങൾ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നിങ്ങൾ കഥാപിച്ചനോട് അങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് എത്ര നാളാണ്. The Holy Spirit is your helper, comforter. As you know, it's a noun, right? The problem with the helper is he will be helping people who seek help. Helper is available.
is still available and waiting until and unless you seek. അപ്പൊ നമുക്ക് ചോദിക്കാം, കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് വേണ്ടേ? ഞങ്ങളെല്ലാം thirsty അല്ലേ? ഞങ്ങളെല്ലാം hungry അല്ലേ? But if you recollect certain verses, ചില വാക്യങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ശരിയല്ലേ? എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു എന്താ പറയുന്നത്? എല്ലാവർക്കും വേണ്ടേ? Wow. It's available for everyone. Amen. But if you are thirsty, Yes. Yes. you can have it. Amen. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ ആശ്വാസം റെസ്റ്റ് തരാം, സ്വസ്ഥത തരാം. Then my question, കർത്താവേ സ്വസ്ഥത വേണ്ടാത്ത ആരാണ്? ആൻസർ, റെസ്റ്റ് റെഡിയാണ്. You have to tell him, Lord, it's me. അത് ഞാനാ. Yes. Oh. ഈ കൂട്ടത്തിൽ വേറെ ആരുമല്ല കർത്താവേ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഞാൻ. അച്ഛനറിയുന്നോണ്ട് അങ്ങനെയൊന്ന് പറയാമോ? ഓ താങ്ക് യു. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? അറിയുന്നേ? Just sing with me for a moment. Spirit of the living God, fall afresh on me. Will you join me? Spirit of the living God, fall afresh on me. Spirit of the living God, fall afresh on me. Spirit of the living God, Spirit of the living God, fall afresh on me. Spirit of the living God, Spirit of the living God, fall afresh on me. Spirit of the living God, Spirit of the living God, fall. Still waiting for someone. ഇതുവരെ പാടാത്താർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. Spirit of the living God, fall afresh on me. Tell him, melt me, mold me, through me, and use me. Spirit of the living God, fall afresh on me. Hallelujah. Spirit of fall afresh. Even now, my way. Spirit of the living God, fall afresh on me. Melt me, mold me, fill me, use me. Spirit of the living God, Spirit of the living God, Spirit of the living God, fall afresh on me. Spirit of
അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ മൺകൂടാരങ്ങളിലാണ് എങ്കിൽ ഈ അത്യന്ത ശക്തി ഞങ്ങൾ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം. Children, listen. We have this treasure in earthen vessels, so that the surpassing greatness of the power will be of God and not from ourselves. ഈ വാക്യം ഇന്നത്തെ തീമല്ല, പക്ഷേ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ ഇത് കാണിക്കുക. ഇതെനിക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഐഡിയയുടെ മാച്ച് ആണ്. When you find value in something, you will keep it in the most secure place. You will make sure that your greatest treasure in that particular locker or thing or place where nobody can even touch or steal it. But look at this verse again. The treasure, the surpassing greatness of power. Where? Iron vessels, bronze vessels, diamond vessels, earthen vessels, or jars of clay. Then you believe in it. Church, you walk into a motor in the shame. എവിടെയാ വെച്ചത്? Don't think that it's your neighbor, it's you, me. നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മൺകൂടാരം. എനിക്ക് ഇവിടെ ഒന്നും ചോദിക്കാം, എന്റെ അപ്പാ എന്നാ ഉറപ്പിലാണ് ഇത് ചെയ്തത്? ആരെങ്കിലും 100 മില്യന്റെ ഗോൾഡ് എടുത്തിട്ട് ഒരു മൺകൂടാരത്തിലാക്കി ഫ്രണ്ട് ആയി കൊണ്ടുവെക്കോ? കുറച്ച് പൈസ ATM വലിച്ചിട്ട് ഒരു ജാറിനകത്താക്കി സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ആരാധനയ്ക്ക് വെച്ച ആരെങ്കിലും ഉണ്ടോ? No. But look at his heart. അപ്പന്റെ ഹൃദയം നോക്കിക്കേ. തൃത്വത്തിൽ മൂന്നാണ്. സകലത്തിന്മേലും ചലിച്ചു. ജീവശ്വാസമായ ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഉളവാകട്ടെ എന്ന വാക്ക് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ ചലിച്ചു. പെന്തക്കോസ്തിന്റെ നാളിൽ മാനിയോയിൽ ഇരുന്നവരുടെ അഗ്നിനാമോടെ കത്തിയോ. ഇന്ന് പകലിൽ ആ നിക്ഷേപം വെക്കാം. ഈ മൺകൂടാരത്തെ ഇറ്റ്സ് അമേസിംഗ്. ഇതൊക്കെ പറയുന്നത് എനിക്ക് ഇതുവരെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നു. Brother, sister, you may not be confident about yourself. സൗരന്മാരെ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വലിയ മതിപ്പോ, എന്റെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് വലിയ മതിപ്പോ ഉണ്ടാവണമെന്നില്ല. You should not doubt. You should not lose confidence. The anointing, the Spirit of the Lord is dwelling in you. നിങ്ങളുടെ അഭിഷേകത്തെ കുറിച്ച് നമുക്കൊരു ഗൗരവമുള്ള ഒരു ബോധ്യം, ഒരു ധൈര്യം, ഒരു വിലയും
ഈ പ്ലാറ്റ്ഫോമിനോട് പറയും, ചർച്ചിന്റെ ഏറ്റവും വലിയ ട്രഷർ ഈ ബിൽഡിംഗ് അല്ല. ഈ ചർച്ചിന്റെ ഏറ്റവും വലിയ ധനം നമ്മൾ ആരുമല്ല. ഈ ചർച്ചിന്റെ ഏറ്റവും വലിയ ധനം ഇത് ആത്മാവിനാവും നയിച്ചതാണ്. തിരിച്ചറിയുന്ന സാക്ഷരത മൺകൂടായി ലക്ഷ്യം. നീ അവിടെ കൊണ്ട് വേണം മെസ്സേജിലോട്ട് കയറാം. പക്ഷെ ഒന്ന് കണക്ട് ആവണമെങ്കിൽ അകത്തിരിക്കുന്ന ചോദിച്ചു വാങ്ങിച്ച, ഉപവസിച്ചു വാങ്ങിച്ച, പ്രാർത്ഥിച്ചു വാങ്ങിച്ച, ഇംപ്രാർട്ടേഷനിൽ വാങ്ങിച്ചത്, കുത്തിയേക്ക് പ്രാർത്ഥിച്ച് നേടിയത് അതിന്റെ വില മിസ്സായിട്ടുണ്ട്. പറയുന്ന വർഷത്തിലാണോ ഇപ്പോൾ ലൈഫിലെല്ലാം പോയിട്ടില്ല. നീ ഭാവിച്ചൊരു അഭിഷേകമില്ലേ? സിസ്റ്റർ എല്ലാം ഒന്നും കഴിയല്ല. ഇത് അകത്തിരിക്കുന്ന ഒരു അഭിഷേകമില്ലേ? He's not weak. He's strong. First John chapter 4 verse 4. The one who is in you is greater than I. The one who is strong. Some of you already received the anointing to speak in tongues. You saw the first touch. Down the line, you're still stagnant. പക്ഷെ അതൊരു പാട്ടിന്റെ 4ാമത്തെ സ്റ്റാൻസ പാടുമ്പോൾ പുറത്തു വരുന്ന അന്യഭാഷയിൽ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോഴും പറയാനൊരു സാക്ഷ്യം 20 വർഷം മുമ്പ് വീണ തീയാണെങ്കിൽ ഇതിന്റെ പകൽ പരിശുദ്ധമായിരുന്നു. He is ready to renew. He is ready to restore. He is ready to restart.
exceeding greatness of power. Oh, പിതാവേ, ഞങ്ങൾ ആ വാക്കിനായി നന്ദി പറയുന്നു. വചനത്തിലേക്ക് വരിക. നമ്മളെവിടെ തുടങ്ങിയത്? നമ്മളെവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത്? Do you remember the moment you started your journey with the Lord, the Christian life? Some of you may be saying, I started it when I came to church with my parents. It's okay. Down the lane, you started it all over again when you gave your heart to the Lord. അവന് ഹൃദയം കൊടുത്തിട്ട് തുടക്കമൊക്കെ കര ഉയർത്തിയപ്പോൾ ഓർത്ത് ചിരിച്ചോണ്ട് NHS ജോലി കിട്ടിയ ദിവസം നമുക്ക് സന്തോഷമാണ്, കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സന്തോഷമാണ്. പക്ഷെ കഥാവ് തുടങ്ങിയ തുടക്കത്തിനായി എങ്ങനെയായിരുന്നു ആ തുടക്കം? ആരായിരുന്നു എൻ്റെ പിന്നിൽ ചരിച്ചത്? പാസ്റ്ററാണോ, പ്രീച്ചറാണോ, പ്രൊഫറ്റാണോ, അപ്പോസ്റ്റലാണോ? For sure we do have an answer. We started in the Spirit. Because the Word of God says, no one can tell Jesus is born without Holy Spirit. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹൃദയം തുറന്ന യേശുവെ നീ എന്റെ കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നാം അങ്ങനെ ചലിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ ഒരു 100 കെട്ടുകൾ അഴിച്ച് നിന്റെ കര ഉയർത്തി നിന്റെ നാവ് തുറന്ന് നമ്മളറിയില്ല. Someone was walking behind. His name is Holy Spirit. നീ പറഞ്ഞ വാക്കിന്റെ പിന്നിൽ ചലിച്ച ശക്തി person അത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും പറയാൻ പറ്റില്ല, വാ തുറന്നു വരത്തില്ല. പക്ഷെ കഥാവ് നമ്മളെ ആത്മാവ് തുറന്നതിനായിട്ട് നന്ദി പറയേ. Jesus said we need to be born in spirit. ആത്മാവിൽ ജനിക്കണം. അങ്ങനെ ജനിച്ചു വരുന്ന ആത്മാവിൽ കഥാവിന്റെ നന്ദി പറയണം. This congregation do have a speciality. We thirst more. തുടങ്ങിയതിനേക്കാളും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വെയിറ്റ് ഫോർ ദ സ്പിരിറ്റ്. ക്യാമ്പിനൊക്കെ ഇരുന്ന് അന്യഭാഷ പ്രാപിച്ചവരും you receive tongues, you experience the power of God. It's a blessed thing. The journey continues. But today the Lord is asking, what happened next? അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് തിരിഞ്ഞത്? അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോയത്? Are you facing a stagnant phase in your Christian journey? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ബ്രദർ, if I recollect, nothing is happening in this meantime എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കഥാപ്രശ്നം അത് കേൾക്കാൻ ഇഷ്ടമോ, നിന്നെ നിറയ്ക്കാൻ ഇഷ്ടം. അല്പം മുമ്പ് പറഞ്ഞ പോലെ ദാഹമൊന്നുമില്ല, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ വെള്ളമോടിരിക്കും, നിറയ്ക്കുന്നവരോടിരിക്കും. പക്ഷേ I'm thirsty. So as we are meditating this word, the Lord is leading me to the next phase. Romans chapter 8 verse 14. റോമക്കെഴുതിലേഖനം 8:14 ഈ തുടക്കത്തിനും നിറവിനുമൊക്കെ കഴിഞ്ഞൊരു യാത്രയെ കാണിക്കുന്നു. Those who are led by the Spirit of God are the children of God, or sons of God, or daughters of God. So, നമ്മുടെ ഫാമിലീസ് ഒക്കെ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മേ ബി അറൌണ്ട് ഏജ് 18 ഒക്കെ ആവുന്നവരെ they will come to church, they will be with the parents. 18 കഴിയുമ്പോൾ ഒത്തിരി മാതാപിതാക്കൾ പറയുന്നൊരു കാര്യം, their own way, അവരുടേതായിട്ടുള്ള യാത്രകളും അവരുടേതായിട്ടുള്ള തോട്ട്സും
ചർച്ചയിൽ ഒത്തിരി പേര് മിസ്സാവുന്നൊരു ഏജിനെ കുറിച്ച് പലപ്പോഴും ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് കൺസേൺഡ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, പക്ഷെ ഐ ആം ആസ്കിങ് അബൌട്ട് യുവർ സ്പിരിച്വൽ ഏജ്. കുഞ്ഞിന്റെ 18 പറയുന്നതെന്നിരിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ 18 വയസ്സെത്ര അത് കാണാൻ പറ്റുന്നുണ്ട്. ശുശ്രൂഷയുടെ ആത്മീയ ജീവിതത്തിന്റെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഗൗരവമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ടീനേജ്, യങ് ഏജ് എങ്ങനെ കാണും? തുടക്ക സമയത്ത് അപ്പാ എന്നെ നിറയ്ക്കണേ, എന്നെ കൊണ്ടുപോകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥനയ്ക്കപ്പുറം സ്പിരിച്വൽ യങ് ഏജ്, സ്പിരിച്വൽ ടീനേജ്. മനസ്സിലാവുന്നുണ്ടോ പോലെ ഞാൻ പറയുന്നത്? ഹൗ അബൌട്ട് ദാറ്റ് ജേർണി? അവിടെ പിടിവിട്ട് പോയ ആരൊക്കെ ഉണ്ടല്ലോ. അവനെ ഒന്ന് നോട്ട് ചെയ്യണ്ട. അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ മക്കളാകുവാനുള്ള അവകാശം അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. You're a child of God. But look, when you look at this age, നിന്നെ ക്യാരി ചെയ്യല്ല, നടത്തുകയാണ്. ഈ കൈ പിടിച്ച് നടത്തുകയും തോളൊപ്പം നടക്കുകയൊക്കെ ആവുന്ന പ്രായമാകുമ്പോൾ, I'm asking you this question. Who are you following by? ഒരു കൃപയാൽ ഇവിടെ നിർത്തിയ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ എൻ്റെ ജേർണിയിൽ കൺസേൺ ആവുന്ന ഒരു സീസൺ ആണെങ്കിൽ അതിപ്പോഴാണ്. കാരണം തുടക്കങ്ങളിൽ എന്നെ കയ്യിലെടുത്ത് നടത്തിയ ഒരു അപ്പനുണ്ട്. പിന്നെ പരിചയങ്ങളായി, കോണ്ടാക്റ്റുകളായി, ബന്ധങ്ങളായി, അറിവുകളായി, ഇൻഫർമേഷനായി ഈ കൈ മോർന്നറിഞ്ഞ് ഓടി ആടാൻ തക്ക ഒരു പ്രായം വരുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വരൻ, ദൈവം അല്ലെങ്കിൽ എന്നെ മാഞ്ചസ്റ്ററിൽ വിടല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിന്റെ പ്രാനല്ലെങ്കിൽ എന്നെ ഈ ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തല്ലേ. അതിനെ മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എന്നെ ഒന്ന് അയക്കണേ. Now I have friends, families, relatives, many more. പക്ഷെ ഇപ്പോഴും പിടിവിടാതെ നിൽക്കണമെങ്കിൽ എക്സാം എഴുതുന്നവരുണ്ട്, ഇന്റർവ്യൂവിൽ പോകുന്നവരുണ്ട്, കഥാ നിനക്ക് വേണ്ടി വഴി തുറക്കും. പക്ഷെ നീ ഒന്ന് സെറ്റിലായി കഴിഞ്ഞ്, നീ ഒരു കംഫർട്ട് സോണിലായി കഴിഞ്ഞ്, നീ ഇതുപോലെ കരഞ്ഞോണ്ട് how was your experience when you played before the audience for the first time? So your hands are shaking. You were like thinking about it all the week. Sunday play the പക്ഷേ Monday, Tuesday, Wednesday എല്ലാം ഇങ്ങനെ. But what happens when I'm going to example പറഞ്ഞു. What happens when we do have the similar experience? ചിലതിന്റെ തുടക്കങ്ങളിലുള്ള വിറയൽ ഇന്ന് നമുക്കുണ്ടോ? Thank you, Holy Spirit. ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിന്റെ മക്കളാണ്. John 1:12, yes, you are a child of God. You received him. But are you still holding on to him? ഈ വാക്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, താഴെ
താഴെ ഒരു വാക്യം ഇതിന്റെ 16 എഴുതിയിട്ടുണ്ട്. ഈ ഫേസിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ഒരു കൺഫർമേഷൻ തരും. 16 verse 16. റോമൻസ് 8:16 അച്ഛാ, അതിന്റെ 16 നേരെ താഴോട്ട് പോയാൽ മതി. നേരെ താഴോട്ട്. എനിക്ക് സ്ക്രീനിൽ ഇത് വേണം, മക്കളെല്ലാം അത് കാണും. The Spirit himself testifies with our spirit. പുറകെ കാണാമോ? കുഞ്ഞുങ്ങളോട് ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 2 സ്പിരിറ്റ് ഉണ്ട്. ഒരു സ്പിരിറ്റിന്റെ പ്രത്യേകത ക്യാപിറ്റൽനെസ്. The other spirit is like smallness. ഉയരത്തിലെ ആത്മാവ് അകത്തെ ആത്മാവിനോട് പറയുക, ഇതെന്റെ മോള, ഇതെന്റെ മോന. കാര്യമാണ് മൺപാത്രമൊക്കെയാ. കാര്യം മാനേജർ ഇട്ട് തട്ടുന്ന വർക്ക് പ്ലേസിലൊക്കെ ഇരിക്കുന്നേ. കാര്യം പിള്ളേരെയൊക്കെ മാനേജ് ചെയ്ത് കുഴഞ്ഞായിരിക്കുന്നേ. സൺഡേ പ്രാപിച്ചത് മൺഡേ കൂടെ ഉണ്ടോ എന്നൊക്കെ ഭയന്നായിരിക്കുന്ന. പക്ഷേ ഉയരത്തിലൊരപ്പം പറയും, ഈ വാക്യത്തിലോട്ട് എത്തണമെങ്കിൽ നീ 14 നിൽക്കണം. ആരൊക്കെയോ തോർക്കുന്നല്ലോ പരിശുദ്ധാത്മാവേ. അടുത്ത വാക്യത്തിൽ നമ്മൾ അവകാശികളായി മക്കളായി തീർന്നതിൽ നമുക്ക് കർത്താവിൽ സന്തോഷം. അത് നമ്മുടെ ചർച്ചിന്റെ ഉറപ്പാണ്. നിങ്ങളൊരു മീറ്റിംഗിന് കണ്ടില്ലെങ്കിൽ പാസ്റ്റർ വിളിക്കും, because you are a part of this family. പക്ഷേ ഈ വാക്യത്തിൽ നിന്നെ കണ്ടില്ലെങ്കിൽ മേളിൽ ഒരു വിളി വരും. 8:14 നിന്നെ കണ്ടില്ലെങ്കിൽ ഉയരത്തിൽ നിന്നായിരിക്കും നിനക്ക് ഫോൺ കോൾ വരുന്നത്. മോളെ നമ്മൾ പറയും, ഞാൻ ചർച്ചിലുണ്ടായിരുന്നല്ലോ, പാസ്റ്റർ ഹാപ്പി, ചർച്ച് ഹാപ്പി, ഫാമിലി ഹാപ്പി, പേരൻസ് ഹാപ്പി. പക്ഷെ മേളിൽ നിന്ന് അപ്പം പറയും, എനിക്കങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. എനിക്കങ്ങോട്ട് 16 വാക്യത്തിൽ പറയേണ്ട ഒരു സാക്ഷ്യമുണ്ട്, അതുകൊണ്ട് പറയണം. I want to proclaim over your life that you are a child. You are my daughter, you are my son. Where are you? Where are you? Where are you? ചർച്ചിൽ കേൾക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് സഭയോട് പറയും, അടുത്ത സീസൺ ചർച്ചിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. മിനിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനമുള്ള ഒരു സീസൺ. ഇതുവരെ ദേശം ചർച്ചിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. That's okay. ഇങ്ങനെ ഒരു ചർച്ച ഉള്ളത് UK വേൾഡ് എല്ലാം അറിയുന്നു. That's okay. പക്ഷെ അടുത്ത സീസണിൽ നിങ്ങൾ നോക്കി സ്വർഗ്ഗം പറയണം. I know the Spirit of the Lord is speaking to every family, leaders, ministers. എനിക്ക് സ്നേഹത്തിൽ ഇത് പറയുമ്പോൾ എനിക്കത് അറിയാം. എവിടോ പിടിവിട്ടോടാനുള്ള, എവിടോ സ്റ്റാഗ്നന്റ് ആവാനുള്ള, എവിടോ ഡ്രൈ ആക്കി കളയാനുള്ള. പക്ഷെ അതിന്റെ ഭയങ്കര ഒരു പ്ലാനിന് ഇന്ന് പകലിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല,
യേശു വേണം ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം യേശു വേണം എൻ ജീവിതത്തിൽ യേശു വേണം ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം വരെ വേണം യേശു വേണം യേശു വേണം എൻ ജീവിതത്തിൽ യേശു വേണം ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം പ്രിയനേ യേശു വേണം എൻ ജീവിതത്തിൽ യേശു വേണം ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ യേശു വേണം യേശു വേണം എൻ ജീവിതത്തിൽ യേശു വേണം ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ യേശു വേണം എൻ ജീവിതത്തിൽ യേശു വേണം യേശു വേണം അഭിഷേകം വേണം ആനന്ദം വേണം അധികം വേണം അതിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. വചനത്തിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ എഴുതി ആത്മാവിനെ അളവ് കൂടാതല്ലോ ready to pour his spirit upon us without measure. Measure നമ്മുടേതാണ്. എൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞിന് 2 വയസ്സാവുന്നത്. അവൻ എൻ്റെ കൈ പിടിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കൈ കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞ് കൈക്ക് പിടിക്കാൻ എൻ്റെ ലിറ്റിൽ ഫിംഗർ പിടിച്ചാൽ മതി. ശരിയല്ലേ? വീട്ടിലങ്ങനെ കുഞ്ഞിങ്ങനെ കൈ കാണിക്കുമ്പോൾ നമ്മൾ 2 കൈ കൂടെ നീട്ടിയ ചിലപ്പോൾ അത് കുഞ്ഞ് ഫിംഗർ. പക്ഷെ മൂത്ത കുഞ്ഞിന് ഇപ്പം 9 years. അവർക്ക് ഞാൻ ഈ ലിറ്റിൽ ഫിംഗർ കൊടുത്താൽ പോരാ. അപ്പം ഞാനത് വലിയ കരം കൊടുക്കണം. എനിക്ക് കൃപയധികം എനിക്ക് തന്നു. എൻ്റെ കുടുംബം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശുശ്രൂഷൻ പറഞ്ഞു, നിന്റെ വലഭാഗത്ത് നിൽക്കുന്ന പങ്കാളിക്ക് നീ കരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ലിറ്റിൽ ഫിംഗർ അല്ല കൊടുത്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പാസ്റ്ററിന്റെ 2 കൈ കൂടെ പിടിച്ചാണ് വലങ്കര കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. വേറൊരു ഹോളാണ്. ഓക്കെ, ആ ഒരു ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ടോ? നീ അമ്മാവി ജനിച്ചപ്പോ ഉയരത്തിൽ നിന്ന് നിന്നെ നടത്തിയ ഒരു കരമുണ്ട്.
നിന്റെ സ്പിരിച്വൽ ടീനേജിൽ, നിന്റെ സ്പിരിച്വൽ യങ് ഏജിൽ, നിന്റെ സ്പിരിച്വൽ അഡൽട്ട്ഹുഡിൽ ആർ യു സ്റ്റിൽ ഇത് പോരാ? That's why we sang യേശു വേണം, means Jesus I need you. ഇനി പാടാൻ പറ്റും മക്കളെ? യേശു വേണം, ചോറ് വേണം. ഇത്ര മലയാളം അറിയില്ലേ? യേശു വേണം. കരോക്കെ ഒന്ന് ഉയർത്തി ഒരുമിച്ച് ചോദിച്ചു, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം. ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു ഓരോ നിമിഷം യേശു വേണം എന്നന്ത്യം വരെ. His presence is born. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം. എന്നന്ത്യം വരെ. It's good that you are attaining spiritual maturity, but never leave his hand. ഫിസിക്കൽ ഏജിനെ വെച്ച ഒരു പ്രോമിസ്, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. അത് നമ്മുടെ കറക്റ്റ്. To bring it into your spiritual age. ചിലരൊക്കെ മിടുക്കന്മാരായവർക്ക് വേണ്ടി ഞാൻ പറയാം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ചുമക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം ഇങ്ങനെ പടിയേറി വിട്ടടിച്ച് പോകണമെന്ന്. He is like waiting for us to come down, come down, come down, come down. കാരണം ഇവിടെയാണ് നമ്മളെ ഒന്നോട് ചുമക്കാൻ എളുപ്പം, ഇവിടെയാണ് നമ്മളെ ഒന്നോട് നടത്താൻ എളുപ്പം. കാരണം ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഒന്നിനെയും നിനക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. On your knees, you're right on your target. ഈ ഓട്ടത്തിനിടയ്ക്ക് ഡിസെപ്ഷൻ ഉണ്ട്, ഈ ഓട്ടത്തിനിടയ്ക്ക് ഡീവിയേഷൻ ഉണ്ട്. But on your knees, you're like you're on a motorway without any exit. നിനക്കിനി ഡെസ്റ്റിനേഷനിലെ ലാൻഡിംഗ് ഉള്ളൂ. Are you with me? ഈ യാത്രയ്ക്ക് നിന്റെ ലൈഫിൽ കാണുന്ന എല്ലാ എക്സിറ്റുകളും ഇന്ന് അടയണം. നിന്റെ കൃപാവരങ്ങൾ, നിന്റെ ആത്മീയ കൃപകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന സകല എക്സിറ്റ് ഡോറുകളും അടച്ചിട്ട് കർത്താവിനോട് പറയണം, അപ്പാ thank you Holy Spirit. നമ്മൾ ഈ ഹോൾഡ് വിട്ടുപോകുന്ന ഒരു കാര്യം സഫറിങ് ആണ്, പ്രയാസങ്ങൾ വരുമ്പോൾ. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെയൊക്കെ അവസാനം 17-ാം വാക്യം, നമ്മൾ മക്കളാണെന്ന് അവകാശികളാണെന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചു. ലൈക്ക് എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന മെസ്സേജ് അകത്തോട്ട് കയറത്തില്ല. നമുക്ക് തന്നെ തോന്നി. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, humility is something we cannot preach because we believe we are humble. നമുക്ക് പക്ഷെ കർത്താവ് എനിക്ക് ഒരു ബോധ്യമുണ്ട്,
തിങ്ക് നമുക്ക് താഴ്മയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പലതും താഴ്മയാവണമെന്നില്ല കേട്ടോ. ആളുകൾ ബ്രദർ ഭയങ്കര താഴ്മയാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പലതും താഴ്മയാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ആ ഇൻബോൺ ആയിട്ടുള്ള ടിമിഡ് ഷൈ നേച്ചറൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് താഴ്മയായിട്ടായിരിക്കും. പക്ഷെ നമ്മൾ റിയലി ഹംബിൾ ആണോ ഹ്യൂമിലിറ്റി ഉണ്ടോ എന്ന് അറിയുന്നത് പെയിൻ വരുമ്പോഴാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ്, ആളുകൾ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ്, അന്നേരം അകത്തുന്നൊരു സാധനം എന്നാലും എന്നോട് the midst of crisis you feel like I don't deserve this. I want to tell you, deep within you something was sleeping, resting, taking a place of comfort zone, like ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നൊരു സാധനം. നമ്മളെന്തോ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ അകത്ത് ഉറങ്ങിക്കടന്നിരുന്നത് എപ്പോഴാണ് അറിയുന്നതെന്ന് അറിയാമോ? ഒരു നോവ് വരുമ്പോഴാണ്. There comes a time to react, to respond. പൊട്ടിത്തെറിക്കുമ്പോഴറിയാം, അയ്യോ അപ്പൊ ആളുകൾ പറഞ്ഞ ആ ഹ്യൂമിലിറ്റി ഉള്ള ആളവിടെ പോയി. The Spirit of the Lord is ready to mold you. നിന്നെ പണിതെടുത്ത് നിന്നെ അകത്ത് കേടുവരുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ look at that verse. ചില സിറ്റുവേഷൻ നടക്ക് സഫർ ചെയ്തപ്പോൾ ഈ പദവിയിൽ നിന്ന് ഓടിപ്പോയ ആരെങ്കിലും ഉണ്ടോ? ഈ റിലേഷൻഷിപ്പിന്റെ അകലം പോയ ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി പ്രാർത്ഥിച്ച എനിക്ക് എന്തുകൊണ്ടാണ് പോയത്? ഒത്തിരി ഉപവസിച്ച എനിക്ക് എന്തുകൊണ്ടായത്? ഞാൻ ഭയങ്കര തീഷ്ണത നിൽക്കണമല്ലോ, എന്റെ ചർച്ച എന്തുകൊണ്ടാണ് എന്റെ കൂടെ നിൽക്കാത്തത്? ബ്രദറെ, എനിക്ക് അങ്ങോട്ട് ആഗ്രഹിക്കുന്ന സാധനമൊന്നും കിട്ടുന്നില്ല. You may be going through such a situation, but still I'm asking you, hold on. You're here for a purpose. പിടിച്ചു നിൽക്കണം കേട്ടോ. കുടുംബങ്ങളോട് പറയാം, പിടിച്ചു നിൽക്കണം. മനസ്സിനെ മടിപ്പിക്കുന്ന, ആത്മീയ ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന, ഓ ജീസസ്, എന്തിനൊക്കെയോ പരിശുദ്ധാത്മാവിന്റെ പകലിൽ ഡീൽ ചെയ്യുന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞേ. നിങ്ങൾ കൂട്ടവകാശികളാണ്, തേജസ്കരിക്കപ്പെടേണ്ട മക്കളാണ്. അവനോട് കൂടെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന ഏത് സാഹചര്യത്തിലും പിടിച്ചിരിക്കും, പിടിച്ചിരിക്കുക. ഗലേഷ്യൻസ് ഫേസ് ചെയ്തത് വേറെ സ്ട്രഗിളാണ്. അവർക്ക് ആ ലഭിച്ച ആദ്യത്തെ പ്യുവർ ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കൃപയിൽ നിൽക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്തു. So Paul started writing to them, Galatians 5 verse 16. Walk in the Spirit, and you shall not fulfill the lust of the flesh. For the flesh lust against the Spirit. ആത്മാവിനെ അനുസരിച്ച് നടത്തി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക. അടുത്ത വാക്യത്തിൽ ഒരു ഭയങ്കര ഫൈറ്റ് കാണുക. സിൻഫുൾ നേച്ചറും സ്പിരിറ്റ് നേച്ചറും തമ്മിലുള്ള ഒരു ഫൈറ്റ്. They are in conflict with each other. Children, can you see this verse? മക്കൾ നോക്കിക്കേ. Sometimes you do not know what you want. Romans 8 പറയുന്നു, sometimes even you don't know what to pray for. Sometimes you are in a position where you don't know what to do. നീ കോൺഫ്ലിക്റ്റ് നടക്കുക. അകത്തുള്ള പ്രഷറും പുറത്തെ ആ നേച്ചറും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുക. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ യുദ്ധങ്ങളിലെല്ലാം നമ്മൾ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട്, ബാറ്റിൽ ബിലോങ്സ് ടു ദ. സെരുബ്ബാബേലിനോട് പറയുകയാണ്, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഫോർ സെക്കൻഡിയ 4:7 സൈന്യത്താലല്ല, ശക്തിയാലല്ല ഈ യുദ്ധം ജയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാണ്. ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ആ വാക്യത്തെ അങ്ങനെ ഒന്ന് നോക്കിക്കേ. യുദ്ധങ്ങളുടെ എല്ലാം നായകനായി നിൽക്കുന്ന ഒരു ആത്മനായകനുണ്ട്.
ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് വിരോധമായിരിക്കുമ്പോഴും നിനക്ക് ഹെൽപ്പ് വരുന്നത് വേറെ ഒന്നുമല്ല, അതേ ആത്മാവ്. പഴയ നിയമത്തിൽ ഫറോയെ ഡീൽ ചെയ്ത അതേ ആത്മാവ്, പഴയ നിയമത്തിൽ ഇസ്രായേലിനെ ഡീൽ ചെയ്ത അതേ ആത്മാവ്. ഓ ജീസസ്. അതിന് മുമ്പുള്ള വാക്യം നോക്കിക്കേ, ആത്മാവിനാൽ കൃപ എന്ന് ആർക്കുന്ന ദൈവമക്കൾ കേട്ടെ, നിങ്ങളുടെ ശക്തിയാലല്ല, നിങ്ങളുടെ ബുദ്ധിയാലല്ല. Children, listen this. It's not because of your ability. You need more of Him. Romans 8:31. ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ വാക്യങ്ങളെല്ലാം പോയി എന്ത് ചെയ്യുന്നത്? റോമൻസ് 8:31 ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. റോമൻസ് 8:31, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി. What then shall we say of these things? If God is for us, who can stand against us? ഞാൻ ആ വാക്യം പറയാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു. നീ കൂടെ നടന്നാൽ അവൻ അക്കരെ എത്തിക്കുന്നത് വെറുതെ അല്ല, ജയാളിയായിട്ട്. നിന്നെ തറയണ വലിച്ചെടുത്ത് അക്കരെ എത്തിക്കാവുന്നല്ലേ, നിന്റെ തല ഉയർത്തും. നമ്മൾ എഴുന്നേറ്റ് ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷി, എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയാൽ മതി ബ്രദർ, പ്ലീസ് പ്രേ ഫോർ മീ. പക്ഷെ യൂദയുടെ അദ്ദേഹം പോയി നിൽക്കുന്നത് എങ്ങനെയാ? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അവിടുത്തെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. എങ്ങനെയാ? ഞാൻ ആദ്യം ഒന്നുകൂടെ മൈക്കിക്കട വിളിച്ചു പറയാം, ആനന്ദത്തോടെ. Thank you, Holy Spirit. Thank you, Holy Spirit. അതൊരു ഇമ്മീഡിയറ്റ് സൈൻ ആണ്. ഈ സ്പിരിച്വൽ ജേർണിയിൽ ആ ഒരു ജോയ് മിസ്സായവർക്ക് ഇപ്പൊ അത് പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്ത് കൊടുക്കുക. ഈ യാത്രയിൽ നിനക്ക് നഷ്ടപ്പെട്ട ആനന്ദം, കർത്താവിലുള്ള സന്തോഷം. ഓ പറഞ്ഞേ, if God is for us, who can be against us? Jesus name, Jesus name. ഒരല്പസമയം നമ്മളെ കരങ്ങളിൽ തട്ടി കർത്താവിനെ സ്തുതിച്ചു. ഒരു മിനിറ്റ് ഞാൻ ഒന്നൊരു ഈ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സർവസൈന്യാധിപനീശു, സർവാധികാരിയായ യേശു എന്ന് പറഞ്ഞു. ഞാനവിടെ നിന്ന് പാടിയത് വേറൊരു ഒരു 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 അനുഭവത്തോടാണ് കേട്ടോ. 2021 ചർച്ചിൻ്റെ പ്രയറിന് വേണ്ടി ചർച്ചിൽ നിന്നൊരു ലെറ്റർ എനിക്ക് തന്നു. ഒക്ടോബർ മാസം ലെറ്റർ എനിക്ക് ഓഗസ്റ്റിൽ എൻ്റെ കയ്യിൽ ഇൻവിറ്റേഷൻ. 2021 കോവിഡിൻ്റെ പീക്കാണ്. ഞാനിനി യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ എറണാകുളത്ത് ട്രാവൽസ് ഏജൻസി ഉണ്ട്, ഞാൻ അവർക്ക് ലെറ്റർ കൊടുത്തു, ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് എനിക്ക് ഫയൽ ചെയ്യാൻ. ഉടനെ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ ബ്രദർ എന്ന് എന്നെ വിളിക്കുന്നത്. ഒരു പ്രാർത്ഥനയിലൊക്കെ വിശ്വാസം, ബ്രദർ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യണം, ബിക്കോസ് ഇന്ത്യ റെഡ് ലിസ്റ്റ്. ഞാനും നോക്കി, എമർജൻസി ആയിട്ട് എൻ്റെ NHSൻ്റെ ഇതിലൊക്കെ വരുന്നവരാണ് കൂടുതൽ ആ ടൈമിൽ അപ്ലൈ ചെയ്യുന്ന. ഒരു ചർച്ച് മീറ്റിംഗ് തന്നെ അന്നേരം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ ചർച്ച് ബൈ ഫെയ്ത്ത് ലെറ്റർ ഞാൻ പ്രാർത്ഥിക്കാം. ഇതൊന്നും ഒരു ഓഗസ്റ്റ് ലെറ്റർ എന്നൊരു ദിവസം ഇങ്ങനെ പ്രയറിൽ താമസിക്കുന്ന വീടിൻ്റെ മേളിൽ പായിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. കർത്താവ് എന്നാ ചെയ്യട്ടെ? എനിക്കും അറിയാം ഇപ്പം ആരും ട്രാവൽ ചെയ്യുന്ന ടൈമല്ല, പക്ഷെ കർത്താവിൻ്റെ ഒരു വാക്ക് വേണം. കർത്താവ് സംസാരിച്ചു, battle belongs to the Lord.
യുദ്ധം. ഇങ്ങനെ ദൈവശബ്ദമോ ഒരു ദൈവിക എൻകൗണ്ടർ ഉണ്ടെങ്കിൽ, yesterday I told many youngsters, when you experience that presence, for sure there will be a song coming. If you are waiting for it, the Lord will tell you, or you'll be like listening to it, or in the spirit you will be singing. This song came on that day, Sarva Sainyadhipan. ഇങ്ങനെ വാക്യമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സൈഡിൽ എൻ്റെ ഒരു പഴയൊരു ഡയറി ഉണ്ട്, പേപ്പറിൽ ഇങ്ങനെ എഴുതും സർവ സൈന്യാധിപൻ യേശു. എനിക്ക് മനസ്സിലായി ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് എനിക്ക്. അടുത്ത വരിക സർവ അധികാരിയായ യേശു, നിയമങ്ങളുടെ മേൽ അധികാരമാണ്, സകല നാമത്തിനും മേലെ. അന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന നാമം എല്ലാം കൊറോണയും കോവിഡും എല്ലാം, പക്ഷെ അതിന്റെ എല്ലാം മേലെ ഒരു നാമം. 4-5 വരി എഴുതി ഇങ്ങനെ വരുമ്പോ ഞാൻ ആ ഡയറിയുടെ ഒരു പേജ് ഇങ്ങനെ നോക്കിയപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു ദൈവശബ്ദം വിളിച്ചു പറഞ്ഞൊരു ദൈവദാസന്റെ വാക്ക് ഇങ്ങനെ ഞാൻ എഴുതി വെച്ചു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ആ ദൈവദാസന് ഞാനൊരു താങ്ക് യു പോലും പറഞ്ഞില്ലല്ലോ. ഞാനിങ്ങനെ താങ്ക് യു ഫോർ പ്രേയിങ് ഒരു മെസ്സേജ് എന്തോ അയച്ചു. 3 കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരിക്കുന്ന ഒരു പ്രവാചകൻ. എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു വോയിസ് മെസ്സേജ് വരിക, ബ്രദർ പാസ്റ്റർ, ഞാനൊരു പാട്ട് കേൾക്കുന്നു. And still I'm on my prayer mat. Still I'm just like writing on those few lines. ഈ ദേവദാസൻ പറയുക, ഞാനൊരു പാട്ട് കേൾക്കുന്നു, യുദ്ധത്തിന് നിന്ന് ആരോ പാടുന്നൊരു പാട്ട് പോലെ, സർവ സൈന്യാധിപൻ. ഇവിടെ വന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ആ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത്. പക്ഷെ പാട്ടിന്റെ എഴുത്ത് പോലും കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ എന്ത് പറയുന്നോ പാടുന്നോ അത് കേൾക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫർമേഷൻ. നമ്മൾ പറയുന്നില്ലേ പാട്ട് ലീക്കായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം യേശുപ്പച്ച എന്നോട് വേണ്ടിയത് ആത്മനിറവിലിരിക്കുന്ന മറ്റൊരു ദൈവമനുഷ്യനോട് എന്നോട് പറയാനാണ് സംസാരിച്ചത്. ഞാൻ ഫ്രാൻസിനോട് പറഞ്ഞു, we are going to apply. ഡിൻസി അതിന് 1 മാസം മുമ്പ് ഇവിടെ വന്ന് എക്സാം എഴുതിയിട്ട് പോയി. നിങ്ങൾക്കറിയാമോ, എനിക്ക് BFSൽ ഡേറ്റ് കിട്ടുമ്പോൾ റെഡിൽ നിന്ന് ഇന്ത്യ ആംബറിലേക്ക് മാറി. സ്റ്റിൽ ഗ്രീൻ ആയിട്ടില്ല, ആംബർ. ഫ്രാൻസിന് ഒരു ഓക്കെ ബ്രദർ പൊക്കും. പക്ഷെ കൃപയ എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് മനുഷ്യമായിട്ട് അങ്ങനെ നടക്കത്തില്ല, അല്ലേ അച്ഛൻ? ചർച്ചിനോടുള്ള ദൈവത്തിൻ്റെ ഒരു ഫേവർ ഞാൻ അന്ന് കണ്ടു. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോടുള്ള കർത്താവിന്റെ കരുണ. If you are led by the Spirit, He is gentle. He will be always whispering. He is at the same time, He is almighty. അവിടുന്ന് വളരെ ജെന്റിലായി നിന്നോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവാണ്. പക്ഷേ അവിടുന്ന് വല്ലഭത്വമുള്ള, അധികാരമുള്ള, അവിടുന്ന് നമ്മെ ആനന്ദത്തോടെ തല താഴാതെ വീഴാതെ കരങ്ങളൊക്കെ ഒന്ന് തട്ടുമ്പോൾ കഥാവിന് മഹത്വം കൊടുക്കും. ഒരല്പസമയം ഒന്ന് പാടി ആരാധിക്കുകയാണ്. പോസിബിളാണെങ്കിൽ കടന്നുകൊള്ളുകയാണ്, ഒന്നുകൂടെ പാടുക. അറ്റ് ദ സെയിം ടൈം ഇന്നലെ മക്കളമാര് സേനാവുക യഹോവ എന്നൊരു പാട്ട് പാടി. റൈറ്റ് മോളെ, മോളുടെ കൂടെ ഉണ്ടാകുന്നവരുണ്ടോ? മലയാളത്തിന്റെ കൂടെ വലിയ ജോയിൻ നിങ്ങളോടൊന്ന് വരാമോ? നിങ്ങൾ ഒരുമിച്ചൊന്ന് സ്റ്റേജിൽ കാണാൻ ഭയങ്കര ഇഷ്ടം. 2 ജനറേഷനും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്നായിരുന്നു. പ്ലീസ് ഗെറ്റ് റെഡി മതി. ഇന്നലത്തെ ഓടി വരണേ, ഓടി 2 ജനറേഷൻ. അച്ഛാ, സർവസൈന്യാധിപനും എനിക്ക് തോന്നുന്ന അതിനകത്ത് സേനാക്ക റെഡി. കരങ്ങളൊക്കെ ഒന്ന് തട്ടി പാടുമ്പോൾ ഇവരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരെ നോക്കൊന്നും വേണ്ട, കർത്താവിനെ നോക്കിക്കോണം. ഈ ലീഡ്
ലീഡിങ്, പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിനകത്ത് നിങ്ങളെ കർത്താവിൽ ജയോത്സവമായി അതിനകത്തൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട് കേട്ടോ. അതിനകത്തൊരു ധനമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്. നിങ്ങൾ കർത്താവിൽ പങ്കാളികളാണ്, മക്കളെങ്കിൽ അവകാശികളാണ് എന്ന് പകലിൽ സംഘം എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ചർച്ച പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ അത്ഭുതകരമായ കാര്യം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാണ്. ഷെയർ ചെയ്യാൻ ഓക്കെയാണോ മക്കളെ? ഒരുമിച്ച് നമുക്ക് താങ്ക് യു. അതേത് പാടും? सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा है। जिसने आकाश बनाया, जिसने पृथ्वी We
sorcerers. ആരംഭത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കാമോ? ഞാൻ പിന്തുടരുന്നത് എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ. I'm following the Spirit of the Lord who leads me. Holy Spirit. Holy Spirit. അങ്ങനെ ഹൃദയം തുറന്നു പറയാൻ പറ്റുന്നവർക്ക് കാര്യമൊന്നും ഉയർത്തി പറയാമോ? എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ പിന്തുടരുന്നത്. Exodus, will you join me? Will you make this statement out of your faith? I'm following Holy Spirit who is leading me. വഴി തെറ്റത്തില്ല, വഴി മാറത്തില്ല, കാൽ വഴുതത്തില്ല, ഉടഞ്ഞു പോകത്തില്ല. Because He is holding your hand. Make sure that, wow, if He is for you, who can stand against? Wow, He's standing with you, He's standing for you. Come on, lift your hands and say, thank you, Lord. Thank you, Holy Spirit. You
Hallelujah. Oh, Rabba, Praise God.